ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യ ടോപ്പിക്ക് അണ്ടർ റൈറ്റിംഗ് എന്നുള്ളതാണ്. അണ്ടർ റൈറ്റിംഗ് എന്താണ്? അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ഗ്യാരണ്ടി ബൈ ആൻ ഓർഗനൈസേഷൻ ഫോർ ദ സെയിൽ ഓഫ് certain minimum amount of shares and debentures issued by a public limited company. Underwriting agreement. It is an agreement between underwriter and a company. അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചുകോ, ഇത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ഒരു അണ്ടർറൈറ്ററും തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റാണ്. ഈ അണ്ടർറൈറ്റർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ബാങ്കുകളൊക്കെ ആയിരിക്കാം. ഓക്കെ, ഇവരെന്താ വെച്ചാൽ ഇവർ കമ്പനിക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കും. അതായത് മിനിമം ഈ കമ്പനിയുടെ ഇത്ര രൂപയുടെ ഷെയറുകൾ മിനിമം സെയിൽ ചെയ്യും എന്നുള്ള ഒരു അഗ്രിമെൻ്റ് കൊടുക്കും. ആ അഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഈ ഒരു കമ്പനി എ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി 10 ലക്ഷം രൂപയുടെ ഷെയറാണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഓക്കെ, അത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയാം. ഈ അണ്ടർ റൈറ്റേഴ്സ് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ഈ കമ്പനിയോട് പറയും, നിങ്ങളുടെ ഷെയറുകൾ എന്ത് തന്നെ ആയാലും 9 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ വിൽക്കും. അതായത് 9 ലക്ഷം രൂപയുടെ സെയിൽ ഞങ്ങൾ ഉറപ്പാക്കി തരാം എന്നൊരു അഗ്രിമെൻ്റ് കൊടുക്കും. എന്നിട്ട് അവർ നേരെ ഈ കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങല്ല ചെയ്യുക. കമ്പനിയോട് എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. എന്നിട്ട് കമ്പനിയുടെ ഷെയർ പബ്ലിക്ക് വാങ്ങിയാൽ പ്രശ്നമില്ല. പക്ഷേ കമ്പനിയുടെ ഷെയർ പബ്ലിക്ക് ആരും വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ കമ്പനി വിചാരിച്ച രീതിയിൽ കമ്പനിയുടെ ഷെയറിന് ആരും അപേക്ഷ തന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ചൊരു അപേക്ഷ കിട്ടിയിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഈ അണ്ടർ റൈറ്റേഴ്സ്, അതായത് ഈ കമ്പനിയായിട്ട് അഗ്രിമെൻ്റ് ഉണ്ടാക്കിയ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? അവർ പറഞ്ഞിട്ടുള്ള വിലയിൽ ഈ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങും. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയാം. ഈ കമ്പനിയുടെ ഷെയർ വാങ്ങാം എന്ന് അഗ്രി ചെയ്തിട്ടുള്ള ആളുകളെയാണ് നമ്മൾ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയാം. ഇത് സാധാരണയായിട്ട് ബാങ്കുകളൊക്കെയാണ് അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് വരല്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവർക്ക് സാധാരണ രീതിയിൽ കുറച്ചൊരു വില കുറച്ചിട്ടായിരിക്കും കൊടുക്കുക. പക്ഷേ കമ്പനിക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാരണ്ടിയാണ്. അതായത് പബ്ലിക് ഷെയർ വാങ്ങിയിട്ടില്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ എന്തെന്നാലും ഈ അണ്ടർ റൈറ്റേഴ്സ് വാങ്ങും. അപ്പോൾ കമ്പനിക്ക് ഒരു ഗ്യാരണ്ടിയാണ്, എന്തെന്നാലും ഷെയർ വിറ്റ് പോകും എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ്. അതിനാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, ഈ അണ്ടർ റൈറ്റിങ്ങിൽ കമ്മീഷൻ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഗ്യാരണ്ടി കൊടുക്കുമ്പം ഈ അണ്ടർ റൈറ്റേഴ്സിന് കമ്പനികൾ എന്ത് ചെയ്യും? കമ്മീഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇങ്ങനെ കമ്മീഷൻ കൊടുക്കുമ്പോൾ ചില കണ്ടീഷൻസ് പാലിക്കണം. ഒന്നാമത്, പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്. അതായത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് പ്രകാരം ഓതറൈസ് ചെയ്തിരിക്കണം. അതായത് എത്ര കമ്മീഷൻ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നെങ്കിൽ മാത്രമേ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്തത്, കമ്മീഷൻ മേ ബി പെയ്ഡ് ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ദി ഇഷ്യൂ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. അതായത് കമ്മീഷൻ മേ ബി പെയ്ഡ് ഔട്ട് ഓഫ് ദി പ്രൊസീഡ്സ് ഓഫ് ദി ഇഷ്യൂ ഓർ ദി പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി എന്നാണ്. ഓർ ദി പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയുടെ കമ്മീഷൻ കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ കമ്പനിയുടെ ഈ ഷെയർ ഇങ്ങനെ വിറ്റ് കിട്ടിയ ക്യാഷിൽ നിന്നോ, അല്ലെങ്കിൽ സാധാരണയുള്ള കമ്പനിയുടെ ലാഭത്തിൽ നിന്നോ എടുത്തിട്ടാണ് കമ്മീഷൻ കൊടുക്കേണ്ടത്. അടുത്ത, റേറ്റ് ഓഫ് കമ്മീഷൻ നോട്ട് എക്സീഡ് 5% ഓഫ് ഷെയർസ്. അതായത് ഷെയറിൻ്റെ വിലയുടെ 5% കൂടുതൽ ഒരിക്കലും കമ്മീഷൻ കൊടുക്കാൻ പാടില്ല. അതേപോലെ, പ്രോസ്പെക്ടസ് ഷാൾ ഡിസ്ക്ലോസ് ദ നെയിം ഓഫ് അണ്ടർ റൈറ്റേഴ്സ്, റേറ്റ് ഓഫ് കമ്മീഷൻ, നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് അണ്ടർ റിട്ടേൺ. അതായത് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ ഈ അണ്ടർ റൈറ്റേഴ്സിൻ്റെ പേര്, എത്രയാണ് അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നത്, എത്ര സെക്യൂരിറ്റീസ് വാങ്ങാം എന്നുള്ളതാണ് അവർ അഗ്രി ചെയ്തിട്ടുള്ളത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്തിരിക്കണം. അടുത്തത്, ബ്രോക്കറേജ്. എന്താണ് ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ? ബ്രോക്കർ ഈസ് എ പേഴ്സൺ കണക്റ്റിംഗ് എ പർച്ചേസർ ആൻഡ് സെല്ലർ. ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന പർച്ചേസറെയും സെല്ലറെയും, അതായത് സെല്ലർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷെയറിൻ്റെ കാര്യത്തിൽ കമ്പനി തന്നെയാണ് സെല്ലർ. അപ്പോൾ സെല്ലറെയും പർച്ചേസറെയും കണക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ത്? ബ്രോക്കർ.
ഓക്കെ, ഇവിടെ വ്യക്തി ആവില്ല, സാധാരണയായിട്ട് സ്ഥാപനങ്ങളായിരിക്കും ബ്രോക്കറായിട്ട് വരിക. ഓക്കെ, ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ഈസ് ദ റിവാർഡ് ഫോർ ദി വർക്ക്. ബ്രോക്കർക്ക് അയാളുടെ വർക്കിന് കൊടുക്കുന്ന റിവാർഡാണെന്ന് ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ മാനാണ്, ഒരു സെല്ലറിയും ബയ്യറും ഇടയിൽ നിൽക്കുന്ന മിഡിൽ മാനാണ്. പക്ഷേ ബ്രോക്കറിങ്ങും അണ്ടർ റൈറ്റിങ്ങും വ്യത്യാസമുണ്ട്. കാരണം അണ്ടർ റൈറ്റിങ്ങിൽ കമ്പനിയുടെ ഷെയർ വിൽക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി അണ്ടർ റൈറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് പബ്ലിക് ഷെയർ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇവർ ഷെയർ വാങ്ങേണ്ടി വരും. ഓക്കെ, പക്ഷേ ബ്രോക്കറെ കേസിൽ അങ്ങനെയില്ല. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഷെയർ വാങ്ങാനുള്ള ആളുകളെയും കമ്പനിയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. പക്ഷെ ആര് വാങ്ങിയിട്ടില്ലെങ്കിൽ ബ്രോക്കർക്ക് ഒരു ബാധ്യതയൊന്നുമില്ല. ഓക്കെ, ബ്രോക്കർ ആ ഷെയർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്തത് ഇഷ്യൂ ഓഫ് ഷെയർ. ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് ഷെയർ 3 രീതിയിലാണ് ഇഷ്യൂ ചെയ്യുക. ഒന്ന് ഇഷ്യൂ അറ്റ് പ്രീമിയം, അതേപോലെ ഇഷ്യൂ അറ്റ് പാർ, ഇഷ്യൂ അറ്റ് പ്രീമിയം, ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്. നിങ്ങൾക്കറിയാം, സാധാരണയായിട്ട് കമ്പനികൾ ഷെയറിന് ഒരു വില നിശ്ചയിക്കും. നമ്മൾ അതിനെ നോമിനൽ വാല്യൂ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഫേസ് വാല്യൂ. ആ വാല്യൂവിലാണ് നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം, ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വില ഫേസ് വാല്യൂ 100 രൂപയാണെങ്കിൽ 100 രൂപക്കാണ് ആ കമ്പനിയുടെ ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിന് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയും. 100 രൂപയുടെ ഷെയർ 110 രൂപയ്ക്ക് വിൽക്കുന്നത് വെച്ചെങ്കിൽ അതിനെ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയും. ആ എക്സ്ട്രാ വരുന്ന 10 രൂപയാണ് പ്രീമിയം. അടുത്തത് 100 രൂപയുടെ ഷെയർ, 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 90 രൂപക്കാണ് വിൽക്കുന്നതെങ്കിൽ അതിനെ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയും. ഓക്കെ, ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയും. ഇവിടെ 90 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കുറഞ്ഞിട്ടുള്ള 10 രൂപ, അതാണ് ഡിസ്കൗണ്ട് എമൗണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അടുത്തത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. എന്താണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് എൻറോൾമെൻറ്റ് ഓഫ് നെയിം ഓഫ് എ കമ്പനി ഇൻ എ ഒഫീഷ്യൽ ലിസ്റ്റ് മെയിൻറ്റൈൻഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ലിസ്റ്റിൽ ഒരു കമ്പനിയുടെ പേര് പ്രസിദ്ധീകരിക്കുന്നതിനെയാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയാം. ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ വിൽക്കാനും വാങ്ങാനും പറ്റുകയുള്ളൂ. ഓക്കെ, ലിസ്റ്റിംഗ് ഈസ് കമ്പൾസറി ഇൻ കേസ് ഓഫ് കമ്പനീസ് വിച്ച് ഈസ് ഇൻറ്റൻറ്റഡ് ടു ഓഫർ ഷെയർസ് ഫോർ പബ്ലിക് ഇഷ്യൂ ത്രൂ ദി പ്രോസ്പെക്ടസ്. അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള കമ്പനികൾക്കൊക്കെ അവരുടെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് കമ്പൾസറിയാണ്. അല്ലാത്ത കമ്പനികൾക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിന് ഷെയർ വിൽക്കാൻ പറ്റുകയില്ല. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിസ്റ്റിംഗ്. എന്തിനാണ് ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ലിസ്റ്റിൽ പേര് വന്നാൽ എന്താണ് അതുകൊണ്ടുള്ള കമ്പനിക്കുള്ള മെച്ചം? അപ്പോൾ എന്തൊക്കെയാണ് ലിസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ക്രിയേഷൻ ഓഫ് റെഡി മാർക്കറ്റബിലിറ്റി. ക്രിയേഷൻ ഓഫ് റെഡി മാർക്കറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയറുകൾക്ക് റെഡി മാർക്കറ്റ് ആയിരിക്കും. എപ്പോഴും കമ്പനിയുടെ ഷെയർ വിൽക്കാനും വാങ്ങാനും പറ്റും. നിങ്ങൾക്കറിയാം, ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികളുടെ ഷെയർ വിൽക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. കാരണം വാങ്ങാനുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും വാങ്ങാനും വിൽക്കാനും, പെട്ടെന്ന് വാങ്ങാനും വിൽക്കാനും കഴിയും. അതുകൊണ്ടാണ് ഇതിനെ റെഡി മാർക്കറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ലിക്വിഡിറ്റി കൂടുതലാണ്. കാരണം എപ്പോഴും നമ്മുടെ കമ്പനിയുടെ ഷെയറുകൾ വിറ്റുകൊണ്ട് ക്യാഷാക്കി മാറ്റാൻ പറ്റും. അതേപോലെ ഫ്രീ നെഗോഷ്യബിലിറ്റിയാണ്. അതായത് ഈസി ആയിട്ട് കമ്പനികളുടെ ഷെയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അടുത്ത്, മൊബൈലൈസ് സേവിങ്സ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പ്രൊട്ടക്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ എൻഷുർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ട്രേഡിങ്. ഇതൊക്കെയാണ് ലിസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ്. ഇങ്ങനെ നമ്മുടെ ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്തൊക്കെയാണ് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന്? ഒന്ന്, ഹൈ ലിക്വിഡിറ്റി ആണ്. 2, ഹെൽപ്സ് ടു നോ ദ പെർഫോമൻസ്. കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത്, ഗെറ്റ്സ് റെഗുലർ ഇൻഫർമേഷൻ. ടാക്സ് അഡ്വാൻറ്റേജ്, ഫെസിലിറ്റേറ്റ്സ് ബൈയിങ് ആൻഡ് സെല്ലിങ്. അതായത് നമ്മുടെ ഷെയർ പെട്ടെന്ന് വാങ്ങാനും വിൽക്കാനൊക്കെ കഴിയും. ഹെൽപ്സ് ടു റൈസ് ഫിനാൻസ്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പണം കണ്ടെത്താം. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പെട്ടെന്ന് പണം കണ്ടെത്താം. പിന്നെ പ്രൊട്ടക്റ്റ് ഇൻവെസ്റ്റേഴ്സ്, ഗുഡ് കൊളാട്രൽ സെക്യൂരിറ്റീസ്. അതായത് ഗുഡ് കൊളാട്രൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ കൈവശമുള്ള ഒരു വ്യക്തിക്ക്, അതായത് നല്ലൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഷെയർ വാങ്ങുമ്പോൾ അവർ ഷെയർ സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, ആ ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ബാങ്കിൽ നിന്ന് ലോണോ മറ്റോ എടുക്കുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാം.
അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ റിലയൻസിൻ്റെ 5 ലക്ഷം രൂപയുടെ ഒരു ഷെയർ ഉണ്ടെന്ന് കരുതിക്കോ. ആ ഷെയർ 5 ലക്ഷം രൂപയുടെ ഷെയർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ലോണും മറ്റൊക്കെ എടുക്കാം. അതിന് സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ഈ എന്ത് ചെയ്യാം, ഷെയർ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ അതിന് ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായെങ്കിലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഗുഡ് കൊളാട്രൽ സെക്യൂരിറ്റി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അതായത് സ്പെക്കുലേഷൻ. അതായത് നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും സ്പെക്കുലേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യപ്പെടും. എന്തെങ്കിലും ഇക്കോണമിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഊഹാപോഹങ്ങൾ ഉണ്ടായാൽ തന്നെ സ്വാഭാവികമായിട്ടും ചെറിയ എക്കോണമിയിൽ ഉണ്ടാകുന്ന ചെറിയ സ്പെക്കുലേഷൻസ് പോലും നമ്മുടെ കമ്പനിയുടെ ഷെയറിൻ്റെ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കും. അടുത്തത് നോ റെഗുലർ പ്രൈസ് കോട്ടിംഗ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രൈസ് കോട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കരുതി നമ്മുടെ പ്രൈസിന് ഒരു റെഗുലർ കോട്ടിംഗ് ഒന്നും ലഭിക്കുകയില്ല. അതേപോലെ ലാർജ് എമൗണ്ട് ഓഫ് ലിസ്റ്റിംഗ് ഫീസ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ആണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്ത ഇൻഫർമേഷൻ ടു കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നതോടുകൂടി കമ്പനിയുടെ ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കമ്പനിയുടെ ഒരുപാട് ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തത് എന്താണ് സീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ? സീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി to its directors or employees at a discount or for consideration other than cash for providing knowledge or making available rights in the nature of intellectual property rights or value additions. അതായത് സീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനികൾ അവരുടെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ മറ്റു എംപ്ലോയീസിനോ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ ക്യാഷ് അല്ലാത്ത മറ്റെന്തെങ്കിലും കൺസിഡറേഷൻ ആയിട്ടോ കൊടുക്കുന്നതിനെയാണ് സീറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഇങ്ങനെ എന്തിനാണ് സീറ്റ് ഇക്വിറ്റി ഷെയർസ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവർ കമ്പനിക്ക് നൽകുന്ന അവരുടെ നോളജ്, ഡയറക്ടേഴ്സും മറ്റു എംപ്ലോയീസൊക്കെ അവരുടെ നോളജും അവരുടെ പല വാല്യൂകളും അവർ കമ്പനിക്കും വേണ്ടി ചിലവാക്കുകയാണ്. അപ്പോൾ അതിന് ഒരു റിവാർഡ് എന്ന നിലക്ക് അവർക്ക് ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ ക്യാഷായിട്ടല്ലാതെ മറ്റെന്തിനെങ്കിലും പകരമായിട്ടോ അവർക്ക് കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, സീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുക. അതായത് കമ്പനിയുടെ ഷെയറുകൾ കമ്പനിയുടെ ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും അവർ നൽകുന്ന സർവീസിന് പകരമായിട്ട് ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ ക്യാഷ് അല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പരിഗണിച്ച് കൊണ്ടോ കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, സീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയാം. ഓക്കെ, സീറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചില കണ്ടീഷൻസ് പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കിയിരിക്കണം. അതേപോലെ ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന സമയത്ത് എത്ര ഷെയറാണ് ഇങ്ങനെ സീറ്റ് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കുന്നത്, ആ ഷെയറിൻ്റെ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, എന്ത് കൺസിഡറേഷന് പകരമായിട്ടാണ് നമ്മൾ ഈ സീറ്റ് ഇക്വിറ്റി ഷെയർ കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കണം. അടുത്തത് കമ്പനി ബിസിനസ് തുടങ്ങി 1 വർഷമെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരം കമ്പനികൾക്ക്, ഒരു ബിസിനസ് തുടങ്ങി 1 വർഷമെങ്കിലും പൂർത്തിയാക്കിയ കമ്പനികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സീറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇതുമായിട്ട് സീറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെബിയുടെ നിയമങ്ങളും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളും പാലിച്ചിരിക്കണം. അടുത്തത് റേറ്റ് ഷെയർസ്. എന്താണ് റേറ്റ് ഷെയർസ്? വെൻ എ കമ്പനി വാണ്ട് ടു ഇൻക്രീസ് ഇറ്റ്സ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ദ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഹാവ് എ റൈറ്റ് ടു ബി ഓഫേർഡ് ദ ഷെയർസ്. ഇറ്റ് ഈസ് കോൾഡ് റേറ്റ് ഷെയർസ്. അതായത് കമ്പനി അതിൻ്റെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റൽ ഉയർത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കമ്പനിക്ക് അഡീഷണലായിട്ട് ഫണ്ട് ക്യാപിറ്റൽ ആവശ്യമായി വരുന്ന സമയത്ത് കമ്പനി പൊതുജനങ്ങൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്യും അല്ലേ? അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ കമ്പനി എന്ത് ചെയ്തിരിക്കണം, കമ്പനീസ് ആക്ട് പറയുന്നത് കമ്പനിയുടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കണം. അവർക്ക് വേണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്സൈഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം
ഈ ഒരു റേറ്റിനെ, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഈ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, റേറ്റ് ഷെയർസ് എന്ന് പറയാം. അതായത് ഒരു കമ്പനി അതിന് അഡീഷണലായിട്ട് ക്യാപിറ്റൽ ആവശ്യമായി വരുന്ന സമയത്ത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അതിനെയാണ് നമ്മൾ റേറ്റ് ഷെയർസ് എന്ന് പറയുക. കാരണം ഇത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു അവകാശമാണ്. അവർക്ക് ആദ്യം കമ്പനി പുതിയതായിട്ട് അഡീഷണലായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം ഇഷ്യൂ ചെയ്യുക. അവർക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രം ഔട്ട്സൈഡേഴ്സിന് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു അവകാശമാണ്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ. അതിനെയാണ് നമ്മൾ റേറ്റ് ഷെയർസ് എന്ന് പറയാം. ഓക്കെ, ഇനി അതിൻ്റെ കണ്ടീഷൻസാണ് പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ അടുത്തത് എന്താണ് ബോണസ് ഷെയർ എന്നുള്ളതാണ്. ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ വെൻ എ കമ്പനി ഹാസ് എ ലാർജർ റിസർവ് ഇറ്റ് ഇഷ്യൂസ് ബോണസ് ഷെയർസ് ടു സ്ട്രെങ്തൻ ദ പൊസിഷൻ ഓഫ് ദി ക്യാപിറ്റൽ. ഇൻ എ വേ ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻ ദി ഫോം ഓഫ് ഷെയർ ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. അതായത് ഒരു കമ്പനിക്ക് ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് റിസർവ്, ഒരുപാട് റിസർവ് അല്ലെങ്കിൽ ഒരുപാട് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ലാഭം കുന്നുകൂടി നിൽക്കുന്ന സമയത്ത്, ഒരുപാട് റിസർവ് ഉള്ള സമയത്ത് കമ്പനി എന്ത് ചെയ്യും, അതിൻ്റെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊക്കെ ബോണസായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ക്യാഷിന് പകരം ഡിവിഡൻഡ് ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം ഷെയർ വാങ്ങിയ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഡിവിഡൻഡ് ഷെയർ ആയിട്ട് കൊടുക്കും. അതായത് ഇപ്പോൾ കമ്പനിയുടെ ഷെയർ കൈവശമുള്ള വ്യക്തികൾക്ക് സാധാരണ ഡിവിഡൻഡ് ക്യാഷായിട്ട് കൊടുക്കുക. അതിന് പകരം അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കും, ഡിവിഡൻഡ് ക്യാഷായിട്ട് കൊടുക്കാതെ ക്യാഷിന് പകരം കമ്പനിയുടെ പുതിയ ഷെയറുകൾ ഫ്രീ ആയിട്ട് കൊടുക്കും, ബോണസായിട്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് പറയാം. ഈ ബോണസായിട്ട് ഷെയർ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക, കമ്പനിക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസർവ് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉള്ള സമയത്ത് മാത്രമേ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും പാടില്ല. ഇങ്ങനെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഓതറൈസ്ഡ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ്, കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓതറൈസേഷൻ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉള്ള സമയത്ത് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാമെന്ന് ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്യൂ ചെയ്യാം. അടുത്തത് റെക്കമെൻഡേഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ കമ്പനിയുടെ ഇൻട്രസ്റ്റോ കമ്പനി കൊടുക്കാനുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ മറ്റു ബാധ്യതകളോ അടച്ചു തീർക്കുന്നതിൽ ഒരിക്കലും ഡിഫോൾട്ട് ഉണ്ടാകാൻ പാടില്ല. അതായത് കമ്പനി ആരിൽ നിന്നെങ്കിലോ ബാങ്കിൽ നിന്ന് കടമെടുക്കുകയോ അല്ലെങ്കിൽ ഡിബഞ്ചർ പോലത്തെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ മുകളിൽ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റുകളും മറ്റുമൊന്നും കൊടുക്കാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതൊക്കെ കൊടുത്തതിൻ്റെ ശേഷം മാത്രമേ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് കാൾസ് ഓൺ ഷെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒറ്റയടിക്ക് മുഴുവൻ ഷെയറിൻ്റെ പൈസ ഒറ്റയടിക്ക് വാങ്ങുകയല്ല ചെയ്യുക. കമ്പനികൾ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ വിളിക്കുകയാണ് ചെയ്യുക. അത് നമ്മൾ പല ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്ലിക്കേഷന്, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോള്, സെക്കൻഡ് കോൾ എന്ന്. സാധാരണയായിട്ട് നമുക്ക് അപേക്ഷകൾ വരും അല്ലേ, നമ്മുടെ ഷെയർ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ അപേക്ഷ തരും. ആ അപേക്ഷയുടെ കൂടെ അവർ അപ്ലിക്കേഷൻ മണിയും തന്നിട്ടുണ്ടാവും. അങ്ങനെ അപേക്ഷ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ അലോട്ട് ചെയ്ത വ്യക്തികളിൽ നിന്ന് നമ്മൾ മുഴുവൻ പൈസയും ഒറ്റയടിക്ക് വാങ്ങില്ല. കമ്പനിക്ക് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ വിളിക്കുക ചെയ്യുക, ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സമയത്തും കമ്പനിക്ക് ആവശ്യമുള്ള സമയത്ത് കമ്പനി അവരോട് പണം തരാൻ വേണ്ടിയിട്ടാണ് പറയുക. അതിനെ നമ്മൾ കാൾസ് ഓൺ ഷെയർ എന്ന് പറയും. ഓക്കെ, ഇനി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൾ. ഇങ്ങനെ കമ്പനികൾ കോൾ ചെയ്യുന്ന സമയത്ത്, അതായത് കോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ വട്ടവും കമ്പനിയുടെ തരാനുള്ള എമൗണ്ട്, കമ്പനിക്ക് തരാനുള്ള ഷെയറിൻ്റെ മുകളിൽ കമ്പനിക്ക് തരാനുള്ള എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് തരാൻ വേണ്ടിയിട്ട് പറയും. അതിനാണ് കോൾ എന്ന് പറയുക. ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ എപ്പോഴാണ് ഒരു കമ്പനിയുടെ കോൾ എസെൻഷ്യലാണ് അല്ലെങ്കിൽ വാലിഡ് കോൾ ആണ് എന്ന് പറയാം. ഒന്ന്, ഇൻ മേക്കിംഗ് കോൾ കെയർ മസ്റ്റ് ബി ടേക്കൺ. കൃത്യമായ കെയറിങ്ങോട് കൂടി, കൃത്യമായ ശ്രദ്ധയോട് കൂടിയാണ് കോൾ ചെയ്തത് എങ്കിൽ അതിനെ ഒരു വാലിഡ് കോൾ എന്ന് പറയും. അതേപോലെ ദ ഡയറക്ടേഴ്സ് മേക്കിംഗ് കോൾ ആർ ഡ്യൂലി അപ്പോയിൻറ്റഡ് ആൻഡ് ഡ്യൂലി ക്വാളിഫൈഡ്. ഇങ്ങനെ കോൾ ചെയ്യുന്ന ഡയറക്ടേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സിനോട് പണം അടക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഡയറക്ടേഴ്സ്
അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള കൃത്യമായ രീതിയിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സായി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട വ്യക്തികളായിരിക്കണം. അവരാണ് കോൾ ചെയ്യുന്നത് എങ്കിലേ ഇതൊരു വാലിഡ് കോളായിട്ട് പരിഗണിക്കുകയുള്ളൂ. അതേപോലെ ദ മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാസ് ബീൻ ഡ്യൂലി കൺവീൻഡ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കൃത്യമായ രീതിയിൽ വിളിച്ചു കൂട്ടിയതിൻ്റെ ശേഷം അതിൽ കോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാൽ മാത്രമേ വാലിഡ് കോളായി പരിഗണിക്കപ്പെടുകയുള്ളൂ. പ്രോപ്പർ കോറം ഇങ്ങനെ വിളിക്കുന്ന മീറ്റിങ്ങിൽ കോറം പൂർത്തീകരിച്ചിരിക്കണം. മിനിമം ഇത്ര മെമ്പേഴ്സ് മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കണം എന്നുണ്ടായിരിക്കണം. അത്രയും മെമ്പേഴ്സ് പരിഗണിച്ച മീറ്റിങ്ങിലാണ് ഈ കോൾ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം വന്നതെങ്കിൽ മാത്രമേ വിളിക്കുന്ന കോൾ വാലിഡായിട്ട് മാറുകയുള്ളൂ. അടുത്തത് റെസൊല്യൂഷൻ ഷുഡ് ബി പാസ്ഡ്. മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എ പ്രോപ്പർ എൻട്രി ഈസ് മെയ്ഡ് ഇൻ ദ മിനിറ്റ്സ്. മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിൽ പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കണം. അതേപോലെ കാൾസ് ഓൺ ഷെയർസ് ഓഫ് സെയിം ക്ലാസ്സസ് മസ്റ്റ് ബി മെയ്ഡ് ഓൺ യൂണിഫോം ബേസിസ്. ഒരേപോലെയുള്ള ഷെയറുകൾ, ഒരേ ക്ലാസ് പെട്ട ഷെയറുകളുടെ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു യൂണിഫോം ബേസിലാണ് വിളിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരേ ടൈപ്പിലുള്ള ഒരു ഷെയർസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോട് ഒരു 30 രൂപയാണ് കോൾ വിളിച്ചത്. അതായത് 30 രൂപയാണ് ഇപ്പോൾ ഫസ്റ്റ് കോൾ വിളിച്ചു. ആ ഫസ്റ്റ് കോളിൻ്റെ കൂടെ 30 രൂപ അടക്കാനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ ക്ലാസ്സിൽപ്പെട്ട എല്ലാ ഷെയർ ഹോൾഡേഴ്സിനോടും 30 രൂപയാണ് അടക്കാൻ പറയേണ്ടത്. അതായത് ഒരേ ക്ലാസ്സിൽപ്പെട്ട ഷെയറുകളുടെ കോള് ഒരേ യൂണിഫോം ബേസിലാണ് വിളിക്കേണ്ടത്. ഓക്കെ. അടുത്തത് കോൾസ് ഈസ് ടു ബി മെയ്ഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ താല്പര്യത്തിൽ മാത്രമേ കോൾ വിളിക്കാൻ പാടുള്ളൂ. അല്ലാതെ വേറെ വ്യക്തികളുടെ താല്പര്യത്തിന് മുകളിൽ കോൾ ചെയ്യാൻ പാടില്ല. കമ്പനികൾക്ക് എപ്പോഴാണോ പണം ആവശ്യമായ സമയത്ത് അപ്പോഴേ കോൾ വിളിക്കാൻ പാടുള്ളൂ. അടുത്തത് കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞപ്പോൾ ഓൾറെഡി ഓരോ പ്രാവശ്യവും കമ്പനികൾക്ക് പണം ആവശ്യമായ സമയത്ത് മാത്രമേ ഷെയറിൻ്റെ മുകളിൽ തരാനുള്ള പണം ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ആവശ്യപ്പെടുകയുള്ളൂ. ഓരോ ഘട്ടമായിട്ട് കമ്പനികൾക്ക് പണം ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ വിളിക്കുകയാണ് ചെയ്യുക. ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, ഫൈനൽ കോള് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങനെ കമ്പനി കോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് ഷെയറിൻ്റെ പൈസ തരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുക. ഓക്കെ, അതായത് കമ്പനി പണം അടക്കാൻ വേണ്ടി പറയുന്നതിന് മുമ്പായിട്ട്, അതായത് കോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കുക. അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുക. അടുത്തത് സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് വോളണ്ടറി റിട്ടേൺ ഓഫ് ദി ഷെയർസ് ബൈ ദിയർ ഷെയർ ഹോൾഡേഴ്സ് ടു ദി കമ്പനി ഫോർ ക്യാൻസലേഷൻ. അതായത് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അവർ വളണ്ടറി ആയിക്കൊണ്ട് കമ്പനിയുടെ ഷെയർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറയാം. സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനി നിർബന്ധപൂർവമല്ല, ഷെയർ ഹോൾഡർ തന്നെ കമ്പനിയോട് ആവശ്യപ്പെടാം, എൻ്റെ ഷെയർ നിങ്ങൾ ക്യാൻസൽ ചെയ്തുകൊള്ളൂ, നിങ്ങൾ തിരിച്ചെടുത്തുകൊള്ളൂ, എനിക്ക് കമ്പനിയുടെ ഷെയർ വേണ്ട, ഞാൻ റിട്ടേൺ തരുന്നു, നിങ്ങളത് ക്യാൻസൽ ചെയ്തുകൊള്ളൂ എന്ന് അവർ വളണ്ടറിലി ആവശ്യപ്പെടുക. അതിനെയാണ് നമ്മൾ സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറയാം. ഓക്കെ, ഈ സറണ്ടർ ഓഫ് ഷെയർസ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതായത് ഒന്നാമത്തത്, ദ ആർട്ടിക്കിൾസ് ഗീവ് ദ പവർ ടു സറണ്ടർ ഓഫ് ഷെയർസ്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഇങ്ങനെ കമ്പനിക്ക് ഷെയർ സറണ്ടർ ചെയ്യാനുള്ള ഒരു അതോറിറ്റി നൽകിയിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഫുള്ളി പെയ്ഡ് ഷെയർസ് ക്യാൻ ബി അക്സെപ്റ്റഡ് ഓൺ സറണ്ടർ. ഫുള്ളി പെയ്ഡ് ഷെയറും എന്ത് ചെയ്യാം, സറണ്ടർ ചെയ്യാം. അതേപോലെ സറണ്ടർ ഷെയർ മേ ബി റീ ഇഷ്യൂഡ് ഇൻ ദി സെയിം വേ ആസ് ഫോർഫീറ്റഡ് ഷെയർസ്. ഫോർഫീറ്റഡ് ഷെയർ റീ ഇഷ്യൂ ചെയ്യുന്നത് പോലെ തന്നെ സറണ്ടർ ചെയ്യപ്പെട്ട ഷെയറും റീ ഇഷ്യൂ ചെയ്യാം. അതായത് നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ നമുക്ക് ആ ഷെയർ അയാൾ സ്വയമേധയാ അയാളുടെ ഇഷ്ടപ്രകാരം തിരിച്ചു തന്നാൽ ആ ഷെയർ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വേറെ ആളുകൾക്ക് ഇഷ്യൂ ചെയ്യാം, റീ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അടുത്തത് ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് കമ്പൽസറി ടെർമിനേഷൻ ഓഫ് എനി ഷെയർ ഹോൾഡർ ഹു ഹാസ് മെയ്ഡ് ഡിഫോൾട്ട് പേയ്മെൻറ്റ് ഇൻ കോൾ ഓഫ് മണി. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് പണം അടക്കുന്നതിൽ തെറ്റ് സംഭവിച്ചാൽ, അതായത് ഡിഫോൾട്ട് സംഭവിച്ചാൽ, കൃത്യമായ രീതിയിൽ കോൾ മണി അടക്കാതിരുന്നാൽ അയാളുടെ ഷെയറുകൾ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയാം.
ഇവിടെ സറണ്ടർ ഓഫ് ഷെയറും ഫോർഫീച്ചർ ഓഫ് ഷെയറും തമ്മിലുള്ള മാറ്റം എന്താ വെച്ചാൽ സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ സ്വമേധയാൽ അയാൾ വന്നിട്ട് പറയുകയാണ് എൻ്റെ ഷെയർ നിങ്ങൾ ക്യാൻസൽ ചെയ്തോളൂ അല്ലെങ്കിൽ തിരിച്ചെടുത്തോളൂ എന്ന് പറയുകയാണ്. പക്ഷേ ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ പണം അടക്കാത്തത് കൊണ്ട് കമ്പനി കമ്പൾസറി ആയിട്ട് അയാളുടെ ഷെയർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് അയാളുടെ അയാളുടെ സമ്മതത്തോടു കൂടിയല്ല, അയാൾ പണം തരാത്തത് കൊണ്ട് കമ്പനി കമ്പൾസറി ആയിട്ട് അയാളുടെ ഷെയർ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇങ്ങനെ ഫോർഫീച്ചർ ചെയ്യണമെങ്കിലും ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഫോർഫീച്ചർ മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി. രണ്ടാമത്തത്, ബിഫോർ ഫോർഫീച്ചർ കമ്പനി മസ്റ്റ് സെർവ് എ നോട്ടീസ് ടു ഡിഫോൾട്ടിംഗ് പാർട്ടി. അതായത് പണം തരാനുള്ള പാർട്ടിക്ക് അവരുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെ ഇൻഫോം ചെയ്യണം, അവർക്കൊരു നോട്ടീസ് കൊടുക്കണം. ആ നോട്ടീസ് കൊടുത്തിട്ട് ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞിട്ടും അവർ പണം അടച്ചിട്ടില്ലെങ്കിലാണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, ഡയറക്ടേഴ്സ് മസ്റ്റ് പാസ് എ റെസൊല്യൂഷൻ ഫോർഫിറ്റിംഗ് ദ ഷെയർസ്. ഷെയർ ഫോർഫിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അടുത്ത, ഫോർഫീച്ചർ മസ്റ്റ് ബി എക്സസൈസ്ഡ് ബൈ ദി ഡയറക്ടേഴ്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി കമ്പനി. ഈ കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പൂർണ്ണമായ വിശ്വസ്തതയിലാണ് ഈ ഫോർഫീച്ചർ ഡയറക്ടേഴ്സ് നടത്തേണ്ടത്. ഓക്കെ, ഇനി എഫക്റ്റ് ഓഫ് ഫോർഫീച്ചർ. എന്താണ് ഫോർഫീച്ചറിൻ്റെ എഫക്റ്റ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, സെസഷൻ ഓഫ് മെമ്പർഷിപ്പ്, അതായത് ക്യാൻസലേഷൻ ഓഫ് മെമ്പർഷിപ്പ്. അതായത് അതോടുകൂടി ഷെയർ ഹോൾഡറുടെ മെമ്പർഷിപ്പ് ക്യാൻസലാവും. അതായത് നമ്മുടെ ഒരു ഷെയർ ഹോൾഡറുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ കമ്പനിയുടെ മെമ്പർ അല്ല. അതേപോലെ ക്യാൻസലേഷൻ ഓഫ് ലയബിലിറ്റി, അയാളുടെ ലയബിലിറ്റിയും അയാൾക്ക് ഷെയർ കമ്പനിയായിട്ടുള്ള ലയബിലിറ്റിയും, അതായത് അയാൾ പണം തരാനുണ്ടല്ലോ, ആ ലയബിലിറ്റിയും അതോടുകൂടി ക്യാൻസൽ ചെയ്യപ്പെടും. അതേപോലെ ലയബിലിറ്റി ആസ് പാസ്റ്റ് മെമ്പർ. പക്ഷേ ഇയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കമ്പനി അടച്ചു പൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇയാൾ പാസ്റ്റ് മെമ്പർ എന്നുള്ള ഒരു ലയബിലിറ്റി ഇയാൾക്കുണ്ടാകും. അപ്പോൾ ഇയാൾ കൊടുക്കാനുള്ള പൈസ കമ്പനിക്ക് കൊടുത്തിരിക്കണം. എന്താ പറഞ്ഞത്? ഇയാളുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, കമ്പനി അടച്ചു പൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനി ഇല്ലാതാവുകയാണെങ്കിൽ ഇയാളുടെ ബാധ്യത ഒഴിവാകൂല. അങ്ങനെയാണെങ്കിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്തിരിക്കണം. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടും ഈ കമ്പനി ബിസിനസ് തുടരുന്നുണ്ടെങ്കിൽ പിന്നെ ഇയാൾ ഫ്രീ ആയി, ഇയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷ്, അയാൾ കൊടുക്കാൻ പെൻഡിങ് ഉള്ള ക്യാഷ് കൊടുക്കേണ്ടതില്ല, അയാളുടെ ബാധ്യത ഒഴിവായി കിട്ടി. അടുത്തത് പ്രോപ്പർട്ടി ഓഫ് ദി കമ്പനി. അതായത് പ്രോപ്പർട്ടി ഓഫ് ദി കമ്പനി എന്നുള്ളത് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഫോർഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയർ, അതായത് ഫോർഫീറ്റഡ് ഷെയർ, അതായത് ഇത്തരം ക്യാഷ് തരാനുള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കമ്പനി ക്യാൻസൽ ചെയ്തിട്ടുള്ള ഫോർഫീറ്റഡ് ഷെയർസ് പിന്നെ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. അത് പിന്നെ കമ്പനികൾക്ക് വേറെ ആളുകൾക്ക് ഇഷ്യൂ ചെയ്യാം. അത് കമ്പനിയുടെ പ്രോപ്പർട്ടി ആയി കഴിഞ്ഞു. അപ്പോൾ ഫോർഫീറ്റഡ് ഷെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഷെയറുകൾ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, പിന്നെ റീഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആഫ്റ്റർ എ പബ്ലിക് നോട്ടീസ് ഈസ് ഗിവൺ സ്റ്റേറ്റിംഗ് ദ ഷെയർ ആർ ഫോർഫീറ്റഡ് ഓൺ അക്കൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് കോൾസ്, ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ് ആൻഡ് ന്യൂ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ്. അതായത് ഇങ്ങനെ ഫോർഫീറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഒരു നോട്ടീസ് അറിയിച്ചുകൊണ്ട് കമ്പനി ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അതായത് ഇന്ന ആളുകളുടെ ഇത്ര ഷെയർ കമ്പനി ഫോർഫീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അയാൾ ഇന്ന കാരണം കൊണ്ട് പണം കൃത്യമായ രീതിയിൽ അടക്കാത്തതിനാൽ കമ്പനി ഇത്ര ഷെയറുകൾ ഫോർഫീറ്റ് ചെയ്യപ്പെട്ടിട്ട് എന്ന് നോട്ടീസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഈ ഫോർഫീറ്റഡ് ഷെയർ അയാൾക്ക് വേറെ വ്യക്തികൾക്ക് റീഇഷ്യൂ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ആ ഷെയർ വാങ്ങുന്ന ആളുകൾക്ക് പുതിയ ന്യൂ ഷെയർ സർട്ടിഫിക്കറ്റും അയാൾ ഇഷ്യൂ ചെയ്യും. അയാളല്ല, കമ്പനി ഇഷ്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫോർഫീറ്റഡ് ഷെയർ എന്ത് ചെയ്യാം? റീഇഷ്യൂ ചെയ്യാം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഒരിക്കൽ ഫോർഫീറ്റ് ചെയ്തിട്ടുള്ള ഷെയർ വീണ്ടും വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റീഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറയുക. ഓക്കെ, താങ്ക് യു.